അപ്പോഴേ ഇവൻ്റെ കഥ പറയുന്നതിന് മുമ്പ് മറ്റൊരു കഥ ഞാൻ പറയാം. അതായത് ഈ 2012 കാലഘട്ടം വരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള വണ്ടികൾ എന്ന് പറയുന്നത് മാർക്കറ്റ് അടക്കി വാണിരുന്ന രണ്ട് മുതലുകൾ എന്ന് പറയുന്നത് ഹുണ്ടായിൻ്റെയും അതുപോലെ മാരുതിൻ്റെയാണ്. അവരുടെ ആ ഒരു ചെറു സെഗ്മെൻറ്റിൽ നിന്ന് മാർക്കറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് 2012 ഒരു SUV സെഗ്മെൻറ്റിൽ ഒരു സാധനം രംഗപ്രവേശം ചെയ്തു. അത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. ആ പറയുന്നവർക്ക് LFC കിങ്സിൻ്റെ വക ഒരു സമ്മാനമുണ്ട്. അതിൻ്റെ പിറ്റേ കൊല്ലം 2013 അവനോട് കോമ്പറ്റ് ചെയ്തുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് കംഫർട്ടിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ വന്നൊരു മുതലാണ് ഫോർഡ് എക്കോസ്പോർട്ട്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡീസലിൽ 20ൻ്റെ മുകളിൽ മൈലേജ് കൊടുത്തുകൊണ്ടാണ് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് തന്നെ. പക്ഷേ അതിനും 3-4 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു പീസപ്പ് നമ്മുടെ കയ്യിലുള്ളത് 2016 മോഡലാണ്. വെറും 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. ഈ ഫോർഡ് എക്കോസ്പോർട്ട് സെഗ്മെൻറ്റിലെ മിനിമം ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇവൻ നമ്മൾ കൊടുക്കുന്നത് ഒരു ആൾട്ടോ കാറിൻ്റെ വിലയ്ക്കാണ്, ഡീസൽ വണ്ടിയാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫുൾ ലോണും കിട്ടും. അപ്പോൾ ഇവന് ആവശ്യമുള്ളവർ നമ്മളെ കോൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം നിങ്ങൾ. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മളുടെ പേജിനെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിൽക്കാൻ മാത്രമല്ല വാങ്ങാനും LFC കിങ്സ്.